മലപ്പുറത്തേക്ക് നമുക്ക് ഗൂഗിൾ വെള്ളമൊക്കെ കുടിച്ചാ പറയൂ ഗൂഗിൾ. ഗുഡ് മോർണിംഗ്. ഇതാ മലപ്പുറത്താണ്. മലപ്പുറം ഗവൺമെന്റ് കോളേജിനകത്താണുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ പെട്ടികളൊക്കെ പൊട്ടും. ജനങ്ങളുടെ വിധി, തദ്ദേശത്തിന്റെ വിധി ജനങ്ങൾ രേഖപ്പെടുത്തിയത് അല്പസമയത്തിനകം തന്നെ നമുക്ക് 8:15 കൂടി തന്നെ ആദ്യത്തെ ഫലസൂചനകൾ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ വ്യക്തമായ ഒരു മേൽക്കൈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF അനുകൂലമായിട്ട് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി സംസ്ഥാനത്താകെ കൊടുങ്കാറ്റ് വീശിയാലും UDF-നൊപ്പം മലപ്പുറത്തിനൊപ്പം മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമൊപ്പം മലപ്പുറം ജില്ല നിൽക്കുന്ന കാഴ്ചകളായിരുന്നു കണ്ടത്. ആ ഒരു ആത്മവിശ്വാസം ഇത്തവണയും തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ ഈ പറഞ്ഞതുപോലെ നേതാക്കന്മാരൊക്കെ പ്രകടിപ്പിച്ചതാണ്. പലതരത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ മാറി ചർച്ച ചെയ്തിരുന്നു. ഇവിടെ ഉണ്ടായ വിഷയങ്ങൾ സംസ്ഥാനത്താകെ ചർച്ച ചെയ്തതുമാണ്. ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള UDF-ന്റെ കൂട്ടുകെട്ടൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുണ്ടാവുന്ന സാഹചര്യത്തിലേക്കൊക്കെ ഈ വെൽഫെയർ പാർട്ടി ബന്ധങ്ങളൊക്കെ എത്തിയതാണ്. അതൊക്കെ ഈ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലായിരിക്കും ഗുണകരമാവുക പടം കണ്ടില്ല. അപ്പൊ വിജയകുമാറിന്റെ ഫാൻസ് കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഷിറിൻ സഖിയ പറയുകയാണ്, നിങ്ങളുടെ ആഷ്മിയുടെയും ഈ അലപ്പിനിടയിൽ, അലപ്പ് കേട്ടോ, അലപ്പെന്നാ പറഞ്ഞത്, അലപ്പിനിടെ ഞങ്ങളുടെ വിജയേട്ടൻ ഒരു വടക്കം കേരളത്തില് ഒരു നേതാവ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ CM-നെ വിജയേട്ടൻ വിളിക്കുന്നത്, പുള്ളിക്കാരൻ TV പറയുന്നത് കേട്ടു വിജയേട്ടാ എന്നാണ് വിളിക്കുന്നത്. ഞാൻ അത്രയും കടുപ്പിക്കുന്നില്ലായിരുന്നു. ഓക്കെ, അതുപോലെ ഇവർ ഇത്തിരി കടുപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വിജയേട്ടനെ മുക്കി കളയല്ലേ, എവിടെ മുങ്ങിയാലും പൊങ്ങി വരുന്ന പ്രകൃത വിജയകുമാർ ഒരു വിനയം അല്ലേ. ഓക്കെ, റെഡി. അപ്പൊ വിജയേട്ടന്റെ ഫാൻസ് കേരള ഘടകം റെഡി. ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യം ഷാജി കോട്ടപ്പള്ളി ചോദിക്കുന്നുണ്ട്. കോട്ടപ്പള്ളിയാ? ചോദിക്കട്ടെ, എന്ത് ചോദിക്കട്ടെ? വിവരേസ് ഓർക്കുമെന്ന് ചോദിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ലഹരി ഇന്നത്തെ ഈ സംഭവം കഴിഞ്ഞിട്ട് മറ്റേ ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന്റെ ഇന്ന് തുറക്കത്തില്ല. പക്ഷേ ആൾക്കാരൊക്കെ ഇന്ന് വിലസും അല്ലെ, വിലസും. ആ വിലസി നടക്കുന്ന ആൾക്കാരെ നമ്മൾ ഇന്ന് പ്രത്യേകം കാണിച്ചു തരും. അത് കാത്തിരുന്നു. പാമ്പായി പഴുതാരയായി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നമ്മൾ വൈകിട്ട് കാണിക്കും. ഓക്കെ, റെഡി. 7:38 2 മിനിറ്റ് കഴിഞ്ഞ് 7:40 അതായത് 7:40 കഴിഞ്ഞാൽ പിന്നെ ഏതാനും മിനിറ്റുകൾ മാത്രം 8 മണി ആകുമ്പോഴേക്കും കേരളത്തിന്റെ ഈ പറഞ്ഞ വിശാലമായ കത്തിപ്പടരുവാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പിന്നെ ഒരൊറ്റ ചാട്ടമാണ് അല്ലേ, ചാടി നമ്മൾ തലവേളി മുട്ടും. ഞാൻ ചാടാൻ പറ്റൂടെ? ഞാൻ ചാടി കഴിഞ്ഞാൽ മോൾ പിടിക്കാം. അപ്പുറം വേണ്ട. ഡ്രില്ലർ ഇതാണെന്ന് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു ജനാധിപത്യ ഉത്സവത്തിലേക്ക് ട്രില്ലർ കയറുന്നു. അത് പാടില്ല. ലാവണ്യപരമായ ഒരു അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സൗന്ദര്യമുണ്ട് നമുക്ക്. പക്ഷെ എങ്ങോട്ട് പോകാനുണ്ടല്ലോ വിജയ? പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ ചേരുന്നു. ഷിജോ, പത്തനംതിട്ടയിൽ 15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. പത്തനംതിട്ടയിൽ തന്നെ എല്ലായിടത്തും. എന്താണ് ഷിജോ പത്തനംതിട്ടയിലെ ഇതാ ലാസ്റ്റ് ബസ് പോകാൻ നേരത്തെ? ഷിജോയുടെ മുഖം കണ്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ കൊണ്ടൊന്ന് പറയരുത് എന്നൊക്കെ രീതിയിലാണ് ഷിജോ നിൽക്കുന്നത്. പറയൂ ഷിജോ. അതെ, SKN ഹാഷ്മി വിജയകുമാർ എന്തായാലും ചാടിത്തുള്ളാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. ഇനി വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ്. കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഇല്ലാത്ത തരത്തിലുള്ള വലിയ ആവേശമായിരുന്നു ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്. അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. ആര് ജയിക്കും, ആര് വീഴും, അങ്ങനെയുള്ള കൂട്ടലും കണക്കുകൂട്ടലും കിടിക്കലുമൊക്കെ ആയിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, നേതാക്കൾ എല്ലാവരും കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിൻ്റെ ഒരുക്കങ്ങളിലൊക്കെ ആയിരുന്നു. അതെല്ലാം ഇപ്പോൾ എങ്ങനെയാണ് അവർ കണക്ക് കൂട്ടിയത് ശരിയാകുമോ, കണക്ക് കൂട്ടി തെറ്റിപ്പോകുമോ, അതിൻ്റെ ആകാംക്ഷയുടെ മണിക്കൂറുകളാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ടയെ സംബന്ധിച്ച് അവിടെ പവർഫുൾ ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പയറ്റിയിട്ടുണ്ട്. എല്ലാ പഴുതടച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തിയത്. പരമാവധി വോട്ടർമാരെ ബൂത്തിൽ എത്തിക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പത്തനംതിട്ടയാണ് കേരളത്തിലെ ഏറ്റവും അധികം കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല എന്ന് പറയുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ചുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പത്തനംതിട്ടയിലായിരുന്നു ഏറ്റവും കുറവ് പോളിംഗ്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. 66.78% പോൾ മാത്രമാണ് ഇത്തവണയും ചെയ്യപ്പെട്ടത്. പക്ഷേ അപ്പോഴും ഭരണം പിടിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഇടതുമുന്നണി വെച്ച് പുലർത്തുന്നുണ്ട്. അധികാരത്തിലേക്ക്
അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. മറുഭാഗത്ത് പന്തളം നഗരസഭയ്ക്ക് അപ്പുറത്തേക്ക് മറ്റ് നഗരസഭകളിൽ കൂടി ശക്തി കാണിക്കാം, അല്ലെങ്കിൽ പന്തളത്ത് അധികാര തുടർച്ചയിലേക്ക് പോകാം എന്നുള്ള പ്രതീക്ഷ കൂടി BJP വെച്ച് പുലർത്തുന്നുണ്ട്. ഏതായാലും ഞാനിപ്പോൾ ഹരിഗോവിന്ദന്റെ ഒരു സംശയം, നമ്മുടെ പയ്യൻസൈ വാർത്ത വായിക്കാവുന്ന പയ്യൻസ് ചോദിക്കുന്നു, ഈ ഷിജോ ചേട്ടൻ നേരത്തെ ഏതെങ്കിലും ചാനലായിരുന്നു? സംശയം കേട്ടോ, കണ്ടറിയില്ലേ? മീഡിയ വിജയകുമാർ വേറൊരു കാര്യം വന്നിട്ടുണ്ട്. നമ്മുടെ ആഷ്മിക് ചേട്ടനും ഫാൻസ് ഉണ്ടെന്ന് ചില പ്രേക്ഷകർ ഓർപ്പിക്കുന്നു. കാശ് മുടക്കിയാലും 7:41 4 മിനിറ്റ് 7:45 പിന്നെ 15 മിനിറ്റ് 8 മണി. ഇടുക്കിയിലേക്ക് പോകണം. നിങ്ങളെ കണക്കൊടുപ്പിച്ചാൽ ഇത് മാത്രമല്ല കണക്ക് സാർ വീട്ടിൽ വീട്ടിൽ കണക്കൊടുപ്പിച്ച സാറുണ്ടല്ലോ, ഇവരെയാണല്ലോ ഞാൻ കണക്കൊടുപ്പിച്ചത് എന്ന് നെഞ്ചത്ത് ഒറ്റ അടി അടിക്കാൻ. അതിനെ പ്രത്യേകിച്ച് പറയണു, പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായി. കഴിഞ്ഞ് 2 മിനിറ്റ് 7:40 ആണെന്ന് കണ്ടുപിടിച്ച ലോകത്തിലെ ആദ്യത്തെ കണക്ക്. നമുക്ക് കട്ടപ്പനയിൽ പോകണം. കട്ടപ്പനയിൽ ഹൃത്തിക് റോഷൻ അവിടെ ഉണ്ട്, രാഹുൽ വിജയൻ, ഇടുക്കിയുടെ തരംഗം. അവന് സന്തോഷം, അവന്റെ ജീവിതത്തിൽ ആദ്യം ഒരാളെ ഹൃത്തിക് റോഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇങ്ങനെ കേൾക്കണ്ട, കോപ്പിറൈറ്റ് കേസ് കൊടുക്കും അല്ലേ? ചിരി നിർത്തിയിട്ട് അവന് പറയാൻ പറ്റുന്നില്ല. യു ആർ ഗ്രേറ്റ് രാഹുൽ വിജയൻ. ചൊല്ലുങ്കോ തമിഴല്ലേ, ഇടുക്കി ബോർഡറല്ലേ? രാഹുൽ വിജയൻ വോട്ട് രേഖപ്പെട്ട് നമ്മൾ ലൈവായിട്ട് കൊടുത്തായിരുന്നു. അതിനെന്തൊരു വ്യൂ ആണെന്നറിയോ? നമ്മൾ ഭയങ്കര വ്യൂ. മാത്രമല്ല നമ്മൾ കൊടുത്തത് എങ്ങനെയാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തി, അങ്ങനെ പറഞ്ഞു. ഇടുക്കിയെ നമ്മുടെ പ്രതി രാഹുൽ വിജയൻ വോട്ട് രേഖപ്പെടുത്തി. എന്നാ സംഭവം ഇത്? ഞാൻ പറഞ്ഞു രാഹുലെ ഇനി എന്ത് വേണം രാഹുലിന്? ഞാൻ പറഞ്ഞു ഇടുക്കിയുടെ തരംഗം എന്ന് പറഞ്ഞു, ഇടുക്കിയുടെ മുത്ത് എന്നൊക്കെ പറഞ്ഞു. അത് ഭയങ്കര ഞാൻ ഒന്നും അടിച്ചേക്കട്ടെ, ഇടുക്കിയുടെ രോമാഞ്ചം. അതെ, രോമാഞ്ച കഞ്ചു കാണിഞ്ഞു പറയും. 2 വാക്ക് പറഞ്ഞോട്ടെ. പുള്ളി പറയും നിങ്ങളൊന്ന് നിർത്തിയാലേ എനിക്ക് പറയാൻ പറ്റും. പറഞ്ഞോ കൂട്ടാ. ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ആവേശത്തിലാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ പൈനാവിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വലിയ തിരക്ക്, കൗണ്ടിംഗ് ഏജന്റുമാരുടെ വലിയ തിരക്കാണ്. കാരണം ഇതുവരെ ഈ സ്ട്രോങ് റൂമുകളൊന്നും തുറന്നിട്ടില്ല. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ട്രോങ് റൂം തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ തുറന്നിട്ടില്ല. ഇനി 15 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഉടൻ തന്നെ സ്ട്രോങ് റൂം തുറക്കും എന്നുള്ളതാണ് അറിയാനും കഴിഞ്ഞിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണ്, വലിയ വിജയപ്രതീക്ഷയിലാണ് 3 മുന്നണികളും ഉള്ളത്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഭൂപ്രശ്നങ്ങളും വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയാക്കിക്കൊണ്ടുള്ള പ്രചരണമാണ് കഴിഞ്ഞു പോയത്. അതൊക്കെ എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ മുന്നണികൾക്ക് കഴിഞ്ഞു. LDF സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അത് എങ്ങനെയാണെന്ന് LDF പ്രചരണ രംഗത്ത് ശക്തമായി തന്നെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. പക്ഷേ UDF-ഉം NDA-യും അത് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന തരത്തിലുള്ള പ്രചരണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിലേതാണ് ആളുകൾ സ്വീകരിച്ചത്, ഏതാണ് ആളുകൾ തള്ളിയത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നു. ഇവിടെ ശബരിമല വിഷയത്തെക്കാളും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിനേക്കാളും കൂടുതൽ അത് ചർച്ചയായി എന്നുള്ളതാണ് എല്ലാ മുന്നണിയിലെ നേതാക്കൾ വിചാരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ LDF-ന് ഒരു മേൽക്കൈയുള്ള ഒരു ജില്ലയാണ് അത്. നേരത്തെ UDF-ന് ആധിപത്യം ഉണ്ടായിരുന്ന ഒരു ജില്ല. നിലവിൽ UDF-ന് ആധിപത്യം തിരിച്ചു പിടിക്കുക, LDF-ന് നിലവിലെ സാഹചര്യം നിലനിർത്തുക, NDA-ക്കാകട്ടെ അവർക്കൊരു നില മെച്ചപ്പെടുത്തുക എന്ന വിധത്തിലാണ് നിലവിൽ അവരുടെ പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ പോയിട്ടുള്ളത്. കട്ടപ്പന നഗരസഭയാണ് നിലവിൽ ഇടുക്കി ജില്ലയിൽ ശ്രദ്ധാകേന്ദ്രം. EM അഗസ്തിയെ പോലുള്ള മുൻ MLA തിരിഞ്ഞു നോക്കുക, ബാക്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ രാഹുൽ കണ്ടില്ലെന്ന് തോന്നുന്നു. കൃത്തിക് റോഷൻ താങ്ക് യു. വിളി പറയരുത് അല്ലേ? നമ്മുടെ സാജു കാവുംപുറം പറയുന്നത് SK ആഷ്മി വിജയകുമാർ. ഗുഡ് മോർണിംഗ് കാവുംപുറം. കാവുംപുറത്ത് തന്നെ ഉണ്ടല്ലോ, പുറത്തുനിന്ന് താഴോട്ടിറങ്ങാം. നമുക്ക് ഇലക്ഷൻ അല്ലേ, നിങ്ങൾ അവിടെ നിന്ന് പൊളിക്കേ, ഞങ്ങൾ ഇവിടെ നിന്ന് പൊളിക്കും. വാർപ്പുറത്ത് പുറത്തോട്ടിറങ്ങിക്കോളൂ, നമ്മൾ അവിടെ നിന്ന് പൊളിച്ചോളൂ, ഇവിടെ നിന്ന് പൊളിക്കും. അപ്പൊ ഞങ്ങൾ 3 പേരും ഇവിടെ പൊളിക്കും. അടുത്ത 3-4 മണിക്കൂറുണ്ടല്ലോ നമ്മള് വിജയൻ ആട്ടം കുറവാണ്. ഇനിയിപ്പോ നമുക്ക് 15 മിനിറ്റ് മാത്രം പറഞ്ഞു വന്നതല്ല. കേരളം മുഴുവൻ ചങ്കിടിപ്പ്, കേരളം മുഴുവൻ ആകാംക്ഷ. കാസർഗോഡ് സ്ട്രോങ് റൂം. ഈ റൂം തുറക്കുന്ന കാണുമ്പോൾ ആഷ്മിയുടെ മനസ്സിൽ അലതല്ലുന്ന വികാരം എന്താ? എന്ന് പറഞ്ഞ പടം നമ്മുടെ ഹൃദയവികാരങ്ങൾ വല്ലാത്ത രീതിയിൽ ഉയരുകയും അതിനുള്ളിൽ എന്താണ് ഇരിക്കുന്നത്, EVM-കൾ പറയാനുള്ളത് എന്താണ്, കേരളത്തിന്റെ ഭാവി വിധി എന്നൊക്കെയുള്ള വലിയ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ മുളപൊട്ടി വരിക. മഴ പോലെ പെയ്യാണ് ചിന്തകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.